അങ്ങനെ ഞങ്ങൾ വേഗം ഇറാഖിലോട്ട് പോകാൻ തീരുമാനിച്ചു. ഈ കർബല എന്നുള്ള പരിപാടി എന്തായാലും പോയി കാണണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് പോവുക. അപ്പോൾ കർബലയിലുള്ള ഈ പരിപാടി എന്തായാലും പോയി കാണണമെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഭയങ്കര ആഗ്രഹം. എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്കൊരു പേടി ഉണ്ടായിരുന്നു. അവളൊരു ഹിന്ദു ആണ് അവളെ പേര്. അപ്പോൾ അവൾക്കൊരു പേടിയുണ്ട്, ഇതിപ്പോൾ ഒരു മുസ്ലിങ്ങളെ പരിപാടിയാണോ, അവിടെയൊക്കെ പോയ പ്രശ്നം ഉണ്ടാവും. കാരണം നമ്മളെ മക്ക മദീന എന്നൊക്കെ സ്ഥലത്ത് മുസ്ലിം അല്ലാത്ത ആൾക്കാർക്ക് പ്രവേശനമില്ല. അപ്പോൾ എനിക്കും ഒരു പേടി ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ആദ്യം അന്വേഷിച്ച് അവൾക്ക് അവിടെ പോകാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പം കുറേ പേര് പറഞ്ഞു അവിടെ പഞ്ചാബികളൊക്കെ വരുന്നുണ്ട് എല്ലാ വർഷവും എന്നൊക്കെ പറഞ്ഞപ്പം ഓക്കെ. അങ്ങനെ ഞങ്ങൾ നേരെ ഇറാനിലുള്ള ഇറാഖ് എംബസിയിൽ പോയി. ഇറാനിലുള്ള ഇറാഖ് എംബസിയിൽ പോയിട്ട് വിസയ്ക്ക് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു പൊക്കോ ഇവിടെ തിരക്കാണ്, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പൊക്കോന്ന് പറഞ്ഞു. അതുകൊണ്ട് സാർ ഞങ്ങളിങ്ങനെ വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വേറൊരു ഓഫീസ് കാണിച്ചെന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത്. ഞങ്ങൾ അവിടെ പോയപ്പോൾ ഉണ്ട് ഞാൻ ഈ എമിഗ്രേഷൻ കണ്ട അഫ്ഗാനികളും ബാക്കിയുള്ള എല്ലാ രാജ്യക്കാരും അവിടെ വന്നിരിക്കുന്നു. പാകിസ്ഥാനി, അഫ്ഗാനിസ്ഥാന്, താജിക്കിസ്ഥാനത്തെ ആൾക്കാരൊക്കെ അവിടെ ഒരു 10,000 പേരുണ്ടാവും അവിടെ. എല്ലാവരും ഈ കർബലയിലോട്ട് പോകാൻ ഇറാഖ് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അവിടെ എങ്ങനെയൊക്കെയോ പോയിട്ട് അവിടുത്തെ എമിഗ്രേഷൻ ഓഫീസറോട് ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് ഇപ്പം ഇത് കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു 5 ഇന്ത്യക്കാരുണ്ടോ നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഫുള്ള് തപ്പി നടന്ന് 5 ഇന്ത്യക്കാരെ കിട്ടാനില്ല. ലാസ്റ്റ് വേറെ 2 ഇന്ത്യക്കാർ വന്നു, പിന്നെ ഒരു ബംഗ്ലാദേശിൻ്റെയും പാസ്പോർട്ട്, മൊത്തം 5 പാസ്പോർട്ട് കൊടുത്തിട്ട് അവർ പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് വിസ അടിച്ചു തന്നു ഇറാഖിലോട്ടുള്ള. ഒരു പേജിലാണ്, ശരിക്കും സ്റ്റാമ്പായിട്ടാണ് അടിക്കാറ്. അപ്പോൾ തിരക്ക് കാരണം ഇതടിക്കില്ല, നിങ്ങളെല്ലാവർക്കും ഒരു പേജ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് പോകുന്നത്. ഞാനും കൃതിയും ഒരുമിച്ച് എമിഗ്രേഷനിലോട്ട് പോയി. എമിഗ്രേഷൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20,000 പേരുണ്ടാവും എമിഗ്രേഷനിൽ. എമിഗ്രേഷൻ കൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാഖിൻ്റെ ആ സമയത്ത് എന്ന് വെച്ചാൽ ഒരു 30 കൗണ്ടർ ഇങ്ങനെ അടുപ്പിച്ചിട്ടുണ്ട്. ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് 30 കൗണ്ടർ ഇങ്ങനെ അടിച്ചടിച്ച് വെച്ചിരിക്കുകയാണ് അവിടെ. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം നമ്മളിൽ ഒറിജിനൽ വിസ പേപ്പറില്ല, അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റുള്ള വേറെ 2 ഇന്ത്യക്കാരാണ് അതിൻ്റെ ഒറിജിനൽ കൊണ്ടുപോയത്. അങ്ങനെ അവർ അവിടെ നിന്ന് കൈക്കൂലി ചോദിച്ച് അങ്ങനെ അപ്പോൾ ഒരു പെൺകുട്ടി കൂടെ ഉണ്ടായത് കൊണ്ട് അന്ന് ആ ഒരു പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ്. അപ്പം അവർ പിന്നെ ഇറാഖിൽ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ബഹുമാനം കൊടുക്കുവർ. അപ്പം പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ഇന്ത്യക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളിങ്ങനെ ടൂറിസ്റ്റാണ്, ഇത് കാണാനായിട്ട് വന്നതാണ്, അത്രയും ദൂരത്തുനിന്ന് വന്നതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അവസാനം കുറച്ച് പൈസ കൈക്കൂലി കൊടുത്തപ്പോൾ ഓരെന്താക്കി അടിച്ച് നമുക്ക് തന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇറാഖിലോട്ട് കയറുന്നത്. ഇറാഖിലോട്ട് കയറുമ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ടായിരുന്നു. ഒന്ന്, ഇറാഖ് ഒരു യുദ്ധഭൂമിയായിരുന്നു പണ്ട്. ആ ഒരു പേടി നമുക്ക് അറിയില്ല, നമ്മൾ ഈ മീഡിയയിൽ കണ്ട വാർത്തയും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. യുദ്ധഭൂമിയായിരുന്നു. പിന്നെ സദ്ദാം ഹുസൈൻ്റെ കഥ, പിന്നെ IS എന്ന് പറയുന്ന തീവ്രവാദി സംഘടന, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് ആ സമയത്ത് അറിയില്ല. ഞങ്ങൾ പെട്ടെന്നാണ് ഇറാഖിലോട്ട് പോകണം, കർബലയിൽ പോകണം, ഈ സിയാറത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണം. ഇത് മാത്രമായിരുന്നു അപ്പുറം ചിന്താഗതി ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ പോകുന്നു. കർബലയത്തെ ആ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഏകദേശം ഒരു 10 മില്യണോളം ആൾക്കാർ അവിടെ വരുത്തുന്നുണ്ട് ഈ പരിപാടി കാണാമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഗൂഗിളിലൊക്കെ തപ്പി നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറ്റും. അതായത് നജാഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മുതൽ കർബല എന്ന് പറയുന്ന ഒരു 40-60 കിലോമീറ്റർ എല്ലാവരും നടന്നാണ് പോണത്. നടന്ന് പോയി അവിടെ പോയി സിയാറത്ത് ചെയ്യുകയാണ്. ഈ പോകുന്ന സമയത്തുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഭക്ഷണം, താമസം, അതുപോലെ പിന്നെ റെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാത്റൂമിൽ പോകണോ, അവിടെ വെള്ളം, എല്ലാ സാധനങ്ങളും ആ സമയത്ത് ഫ്രീ ആണ്. ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നമുക്ക് വേണ്ട, അതായത് ഒരു 5 മീറ്റർ 10 മീറ്റർ കൂടുമ്പം ഷോപ്പ് പോലെ ഇങ്ങനെ വെള്ളം കൊടുക്കുന്നു, ഷവർമ കൊടുക്കുന്നു, ചോറ് കൊടുക്കുന്നു, ചായ, എല്ലാ ഐറ്റംസും നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് തരികയാണ്. അപ്പോൾ നമ്മളത് ഭക്ഷണമൊക്കെ കഴിച്ച് അവരെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ടെൻറ്റ് കെട്ടിയിരിക്കുകയാണ്. ആ സമയത്ത് ഇറാഖിൻ്റെ ചൂടെന്ന് വെച്ചാൽ 47 ഡിഗ്രി ചൂടാണ് ആ സമയത്ത്. അതുകൊണ്ട് ഞങ്ങൾ രാത്രിയല്ല നടന്നത്, ഒരു ഈവനിങ് ടൈം മുതൽ രാവിലെ വരെയാണ് എല്ലാവരും നടക്കുക. ആ സമയത്ത് 35 ഡിഗ്രിയിലോട്ട് പോകും. നമ്മൾ ഈ ഇവിടുത്തെ പകൽ ടൈമിലുള്ള ചൂടാണ് അവിടെ രാത്രി.
അപ്പോൾ നമ്മളെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ഒക്കെ അടിക്കും, വെള്ളത്തിൻ്റെ സ്പ്രേ ഒക്കെ അടിക്കും. അതുപോലെ AC ഇട്ടിട്ട് റൂമൊക്കെ സൈഡിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അതിലൊക്കെ കയറി ഇരിക്കാം, ഫുള്ള് ഫ്രീ ആണ്. വെള്ളം തരും അവർ. ആ സമയത്ത് നമ്മളെ കാല് ഉഴിഞ്ഞരും. നമ്മളെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് ഒരു തുന്നി കൊണ്ടുത്തരും. ബാഗ് പൊട്ടിയിട്ടുണ്ട്, ബാഗ് തുന്നിത്തരും. നമ്മളെന്തെങ്കിലും വെയ്യാണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആംബുലൻസ് വരും, നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ ജനങ്ങളെയും കൊണ്ട് തിങ്ങി നിരങ്ങി ഇങ്ങനെ പോകാം. അങ്ങനെ പോയപ്പോൾ ഞാൻ കുറേ ഇന്ത്യക്കാരെ കണ്ട്, കുറേ കാശ്മീരിലത്തെ ആൾക്കാരെ കണ്ട്, ഉത്തർപ്രദേശിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുന്നു. അവിടെ എത്തി നമ്മൾ ഇമാം ഹുസൈൻ്റെ പിന്നെ പള്ളിയിലും അതിലൊക്കെ പോയി, ആ പരിപാടി പോയി എല്ലാം കാണുന്നു. അങ്ങനെ ലാസ്റ്റ് ദിവസം അവിടെ നിന്ന് ഞങ്ങൾ പോവാണ്. പിന്നീട് പോകുന്നത് ബാഗ്ദാദിലോട്ടാണ്. അവിടെ ബാഗ്ദാദിൽ ഞാൻ ഒരു ദിവസം പോലും സ്പെൻഡ് ചെയ്യാതെ ഞാൻ പോകുന്നത് പിന്നീട് ISISൻ്റെ ക്യാപിറ്റലായ മൊസൂളിലോട്ടാണ്. അതൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. യുദ്ധഭൂമി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ യുദ്ധം കൊണ്ട് എന്ത് കിട്ടിയെന്ന് അവിടെ പോയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒന്നും ആർക്കും ഒന്നും കിട്ടാനില്ല, അവിടെ ഉള്ളവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ യുദ്ധം ഉണ്ടാവാൻ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സുന്നി ഷിയ. അതായത് ഈ മൊസൂൾ എന്ന് പറഞ്ഞ ഏരിയയിൽ കൂടുതലും സുന്നി ആൾക്കാരാണ് താമസം. അവിടുന്ന് താഴോട്ട് മൊത്തം ഷിയ ആൾക്കാർ. അപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പേടിയാണ്. ഇവർ നമ്മളെ ഏത് നിമിഷം വേണം അറ്റാക്ക് ചെയ്യും. ഇതാണ് പിന്നെ ISIS മുതലെടുത്തതോടെ. അവർ നിങ്ങളെ അറ്റാക്ക് ചെയ്യും, നമ്മളെ സ്ഥലങ്ങളൊക്കെ അവരടിച്ചെടുക്കും എന്നുള്ളത് പറഞ്ഞ് ഈ സുന്നി വിഭാഗത്തിൻ്റെ ഇടയിൽ തന്നെ അവർക്കൊരു ഇത് കിട്ടുകയാണ്. സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കാനുള്ള ഒരു അധികാരം കിട്ടുകയാണ് ആർക്ക്? ISISന്. ആ സമയത്ത് 2011 മുതൽ 2017 വരെ, 2014, 15, 16, 17 വരെയാണ് അവർ ആ സ്ട്രോങ് ടൈം ഉണ്ടായിരുന്നത് ISISൻ്റെ. ആ സമയത്ത് അവിടെ യുദ്ധമായിരുന്നു പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ആ യുദ്ധഭൂമി മൊത്തം കണ്ടതാണ്. ഒരു സ്ഥലം പോലും ഇല്ലെടുക്കാൻ, എല്ലാം അടിച്ച് തരിപ്പണമാക്കി വെച്ചിരിക്കുകയാണ് അവിടെ യുദ്ധം നടന്നിട്ട്. ഒരു പാലമാണ് കേട്ടോ, ഒരു പുഴേൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് ഇറാഖിൻ്റെ സൈന്യം, അപ്പുറത്ത് പിന്നെ ISISും തമ്മിലുള്ള യുദ്ധമായിരുന്നു. ഞാൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഹോട്ടൽ കാണാൻ വേണ്ടി പറ്റും. ഹോട്ടൽ നമ്മൾ അത് പിന്നെ കിച്ചൺ ആയിരുന്നു, ആൾക്കാർ ഇരിക്കുന്ന സ്ഥലമായിരുന്നു, ബാത്റൂം നമുക്ക് മനസ്സിലാകും, പിന്നെ ബെഡ്റൂം, അതുപോലെ ഹാള്, കുട്ടികളെ പണ്ടത്തെ പിന്നെ ബാഗ്, പിന്നെ ഷാള്, എല്ലാ കാര്യങ്ങളും നമുക്ക് ആ പിന്നെ പൊളിഞ്ഞെടുക്കുന്ന ബിൽഡിങ്ങിൻ്റെ സൈഡിൽ അവിടെയൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ അവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ആ സമയത്ത് ഞങ്ങൾ ആ പേടിയിൽ ഇവർക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്തു. ആ പേടിയിൽ ഇവർക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്തിട്ട് ആ ISIS എന്ന് പറയുന്ന ടീം ആ ഏരിയ ഏറ്റെടുക്കുകയാണ്. പിന്നെ അവർക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കയ്യിലാണ് തോക്കും കാര്യങ്ങളൊക്കെ. അവരെ പിന്നെ പേടിപ്പിച്ച് നിർത്തിയായിരുന്നു ISIS അവിടെ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്താ, സാധാരണക്കാരുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ആർക്ക് പോയി? ഈ ISISനൊക്കെ പോയി. അങ്ങനെയാണ് അവിടെ അവർ സ്ട്രോങ് ആയിട്ട് വന്നത്. ആ സ്ഥലത്തോട്ടാണ് ഞാൻ പോയിട്ട് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി യുദ്ധം കൊണ്ട് ഒന്നും കിട്ടാനില്ല. കുറച്ച് മതം തലക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ആ സമയത്ത് എന്തൊക്കെയോ ചെയ്ത് അവരെല്ലാവരും ഇപ്പം ആരും ബാക്കിയൊന്നുമില്ല. ആ സ്ഥലത്ത് പോയപ്പം അവിടുത്തെ ആൾക്കാർക്ക് എന്നെ അവരെ വീട്ടിൽ താമസിപ്പിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ കാണുന്ന ആ രീതിയിലാണ്. ഇപ്പോൾ പോലീസുകാരും, ഞാൻ പറയാൻ വിട്ടുപോയ കേസാണ്, ഇറാഖിലും ഈ അഫ്ഗാനിസ്ഥാനിലൊക്കെ ഒരു 100-200 കിലോമീറ്റർ കൂടുമ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. അഫ്ഗാനിസ്ഥാനിൽ എന്ന് പറഞ്ഞാൽ ചെക്ക് പോസ്റ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൈയാട്ടും, ഇന്ത്യൻ പാസ്പോർട്ട് കാണിക്കും, ഓക്കെ മെഹ്മാൻ എന്ന് പറയും, നിങ്ങൾ പൊക്കോ എന്ന് പറയും. ഓക്കെ. ഇറാഖിൽ അങ്ങനെയല്ല. ഇറാഖിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര, നമ്മളെപ്പോഴും ഡൗട്ടാണ്. നമ്മളൊരു ഡൗട്ട്, നമ്മൾ ആരോ ആണെന്നുള്ള രീതിയിലേ അവർ കാണുള്ളൂ. ആൾക്കാർക്ക് വീഡിയോയിൽ വരാനും ക്യാമറയിൽ വരാനൊക്കെ പേടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ വന്ന എല്ലാവരെയും ഓരോ പിടിച്ചുകൊണ്ടു, ആരും എവിടെ കൊണ്ടുപോയെന്ന് ഒരു വിവരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവിടെയുള്ള ആൾക്കാർ അവരെ വീട്ടിൽ നമ്മളെ താമസിപ്പിക്കാനും പിന്നെ വീഡിയോയിൽ വരാനൊക്കെ അവർക്കൊരു ചെറിയൊരു പേടിയുണ്ട്. എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്നുള്ള രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഇറാഖിൽ വീഡിയോസൊക്കെ എടുത്തത്. അവിടെ പോയി ഞാൻ ആ ഏരിയാസ് മൊത്തം, മൊസൂളിൽ യുദ്ധം നടന്ന എല്ലാ ഏരിയാസിലും പോയി വീഡിയോസൊക്കെ ഒരുവിധമൊക്കെ എടുത്ത്. അപ്പം മൊസൂളിൽ ഞാൻ പറഞ്ഞില്ലേ, യുദ്ധം നടന്ന സ്ഥലത്ത് ഞാൻ പോയപ്പം ഞാൻ അവിടെ ഉള്ള ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ചെറിയൊരാളെ കൂടെ കൂട്ടിയിട്ട് അയാളെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇവർ ISISനെ സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം അവർക്ക് മനസ്സിലായി ഇവരാണ് നമ്മുടെ ശത്രുക്കൾ എന്നുള്ളത്.
അതിനുശേഷം അവിടെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയാം അയാളെ ഭാര്യേനെ അയാൾക്ക് നഷ്ടപ്പെട്ട്. അയാൾ അതിനുശേഷം ഈ ISISൻ്റെ എൻ്റെ ആയപ്പോൾ ഇവർക്ക് ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ സമയത്ത് പുല്ലൊക്കെ തിന്നിട്ടാണ് ജീവിച്ചതെന്നൊക്കെ. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് അയാളെ കണ്ണുകളിൽ നോക്കി അത് മനസ്സിലാവും അയാളെ വിഷമം എന്തായിരുന്നു എന്നുള്ളത്. കാരണം ഒരു കാര്യമില്ലാണ്ട് എല്ലാം നഷ്ടപ്പെടുകയാണ് പുള്ളിക്ക്. അപ്പം എനിക്ക് തോന്നുന്നില്ല അവിടുത്തെ ഗവൺമെൻറ് അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊന്നും. ആ ബിൽഡിങ്ങൊക്കെ ഇപ്പോൾ ഞാൻ പോയിട്ട് 2017 സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2023 പോയപ്പോഴും ഒന്നുമില്ല അവിടെ, എല്ലാം പൊളിഞ്ഞ് തരിപ്പണായിട്ട് കിടക്കുകയാണ് ഓരോ കാര്യങ്ങളും. ചില ബിൽഡിങ്ങൊക്കെ തീ പിടിച്ച് കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു സർട്ടേൺ ഏരിയ ഉണ്ട്, മൊസൂളിൽ ഒരു സർട്ടേൺ ഏരിയ. ഈ ഏരിയൻ്റെ പുറത്തോട്ട് യുദ്ധം പിന്നെ ബോംബും കാര്യങ്ങളൊക്കെ വന്ന് വികാത്ത കുറച്ച് ഏരിയ ഉണ്ട്. അതിൻ്റെ കുറച്ച് ബാക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വീടിൻ്റെയും വാതിൽ അവിടെ പിന്നെ ഇതുകൊണ്ട് നമ്മളെ നാട്ടിലെ പോലെ മരം കൊണ്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, എല്ലാം സ്റ്റീലോ അല്ലെങ്കിൽ ഇരുമ്പോ ആയിരിക്കും. എല്ലാ വീടിൻ്റെയും വാതിൽ ഫുള്ള് തുളയായിരിക്കും. ഇങ്ങനെ തുള ഇങ്ങനെ കാണാം. ആ ഫുള്ള് തുള ഇട്ട് വെച്ചിരിക്കുക. കാരണം പോലീസുകാരോ അല്ലെങ്കിൽ ISISൻ്റെ ആൾക്കാരോ വന്നിട്ട് വെടിവെച്ചിട്ടതാണെന്ന് കറക്റ്റ് നമുക്ക് മനസ്സിലാൻ പറ്റും. ചുമരൊക്കെ ബുള്ളറ്റുകൾ കാണാം. അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പേടി വരും കേട്ടോ. എങ്ങനെയായിരിക്കും ആൾക്കാർ ഇവിടെ താമസിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. കാരണം എല്ലായിടത്തും ബുള്ളറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പം എല്ലാം ശാന്തമാണ്, കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അതിനുശേഷം ഞാൻ മൊസൂളിൽ നിന്ന് പോണത് തൊട്ടപ്പുറത്താണ്, ഇർബിൽ എന്ന് പറയും. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അതൊരു വേറെ തന്നെ ഒരു രാജ്യമാക്കി വെച്ചിരിക്കുകയാണ്. കുർദിസ്ഥാൻ എന്നാണ് പറയട്ടോ. നമ്മളവരെ ഫ്ലാഗ് തന്നെ നോക്കിയാൽ ഇറാഖിൻ്റെ ഉള്ളിൽ വേറൊരു രാജ്യം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇറാഖിൻ്റെ ഉള്ളിൽ വേറൊരു രാജ്യം. പക്ഷേ ആ രാജ്യം ഭയങ്കര ഡെവലപ്ഡ് ആണ്. അവരെ കൊടിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രണ്ട് ടൈപ്പ് കൊടിയാണ്. അപ്പം മൊസൂളിൽ നിന്നാണ് ഞാൻ ഇർബിലോട്ട് പോകുന്നത്. ഇതിൻ്റെ പകുതി എത്തുമ്പോഴാണ് ശരിക്കും ഒരു ബോർഡർ പോലെ വരുന്നത്. രണ്ട് രാജ്യം പോലെ, ഫെൻസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, രണ്ട് രാജ്യങ്ങൾ പോലെ. ആദ്യം ഇറാഖിൻ്റെ ഒരു ബോർഡർ വരും. ഇറാഖിൻ്റെ പട്ടാളക്കാരും പോലീസുകാരൊക്കെ ആയിട്ട് നമ്മളെ ഫുള്ള് അരിച്ച് പെറുക്കിയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് വിടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു നോൺ മാൻസ് ലാൻഡ് മാതിരി ആരുമില്ല. ഈ മൊസൂളിലൊന്നും വലിയ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ടാക്സി പ്രോപ്പറല്ല. പിന്നെ ഫുഡ് കൊണ്ടുതരാനുള്ള ഇവിടുത്തെ പോലെ ഡെലിവറി അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ കുർസുവിൽ പോയപ്പം അവിടെ ടാക്സി പ്രോപ്പറാണ്, നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്, സലാത്ത്, അതുപോലെ തന്നെ ഫുഡ് ഡെലിവറി കറക്റ്റാണ്, ഹോട്ടൽ റൂം കറക്റ്റാണ്. ഒരുവിധം കാര്യങ്ങളൊക്കെ അവിടെ മെയിൻറ്റെയിൻ ആയിട്ട് പോകുന്നുണ്ട്. വൃത്തിയും എല്ലാ കാര്യങ്ങളും അവിടുത്തെ കൂടുതലാണ്. ടാക്സി ഡ്രൈവേഴ്സൊക്കെ നമ്മളോട് നല്ല രീതിയിലാണ്, ചെറിയ ടാക്സിക്കാർ കേട്ടോ, അവരൊക്കെ നല്ല രീതിയിലാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ ഞാൻ ഒരു ദിവസം ഞാൻ സ്പെൻഡ് ചെയ്തുള്ള ആ സമയത്ത് എനിക്ക് പനിയൊക്കെ പിടിച്ച് ഞാൻ ഒരു ദിവസം മാത്രം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ച് ഞാൻ വീണ്ടും ബാഗ്ദാദിലോട്ട് വരികയാണ്. അപ്പോഴാണ് എനിക്ക് ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവിടെ നിന്ന് ഉണ്ടായത്. കാരണം ഇവർ ഈ കുർദു എന്ന് പറഞ്ഞാൽ ആ ഒരു കുർദിസ്ഥാൻ എന്ന് പറഞ്ഞ ഏരിയയിൽ മാത്രമാണെങ്കിൽ ടാക്സിക്കാർക്ക് ഒരു കുഴപ്പമില്ല. നമ്മളെവിടെ അവർ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഞാൻ ബാഗ്ദാദിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ഇറാഖിലോട്ട് പോവുകയാണ് ഞാൻ. അവരെ രീതിയിൽ നമുക്ക് മൊത്തം ഇറാഖാണെങ്കിലും അവർക്ക് നമ്മൾ ഇറാഖിലോട്ട് പോവാണ് തിരിച്ച്. അപ്പോൾ എന്നോട് ചോദിച്ച് വിസ എവിടെ, പാസ്പോർട്ട് എവിടെ? ഞാൻ പറഞ്ഞ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അവരെ വിചാരം ഞാൻ ഏതോ ഒരു എമിഗ്രൻ്റ് ആണ്, അതുകൊണ്ട് ഇവരെന്നെ ടാക്സിയിൽ കയറ്റത്തേയില്ല. ടാക്സി ആണെങ്കിൽ എക്സ്പെൻസീവ്. വെറും 400 കിലോമീറ്റർ പോകാൻ അവർ ചോദിക്കുന്നത് $35. 400 കിലോമീറ്റർ പോകാൻ $35. $35 ഏകദേശം 3500-4000 രൂപയായി. അത് ഷെയർ ടാക്സി, ഒരാൾ ഒറ്റക്ക് ടാക്സി പിടിച്ച് പോകില്ല, ഷെയർ ടാക്സി. അതിൽ 5-6 പേരുണ്ടാവും. പൊതുവേ പോവുകയാണെങ്കിൽ 500-600 രൂപ വരുന്ന സ്ഥലത്താണ് ഒരു 3500 രൂപയ്ക്ക്. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ പറഞ്ഞ് അവരെന്നെ ടാക്സി കയറ്റി. അതിനുശേഷമാണ് അതിനും വലിയ കോമഡി. നമ്മളെ ടാക്സി ഡ്രൈവർ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അയാൾ സിഗ്സാക്ക് പോലെയാണ് പോകുന്നത്. നേരെ ആൾക്കാരെ വണ്ടീനെ ഇടിക്കാൻ പോകുന്നത്, അടുത്ത വണ്ടിക്ക് ഇടിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇയാൾ വെള്ളം അടിച്ചിട്ടുണ്ട്. ഇയാൾ ഭയങ്കരമായിട്ട് വെള്ളം അടിച്ചിട്ട് ഇയാൾക്ക് ബോധമേ ഇല്ല. ഇയാൾ അങ്ങോട്ട് പോകുന്നു. ഞങ്ങളെ ഈ വണ്ടിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ ഒരു കപ്പിൾസാണ് ഇരിക്കുന്നത്, കുറച്ച് പ്രായമുള്ള 2 ആൾക്കാർ. അതിൻ്റെ ബേക്കിൽ വേറെ കപ്പിൾസ് ഉണ്ട്, അത് കുറച്ച് പ്രായം കുറഞ്ഞ 2 മക്കളും ഇരിക്കുന്നുണ്ട്. അതിൻ്റെ പുറകിൽ ഞങ്ങൾ ഒരു 3 പേര് യങ്ങായിട്ടുള്ള 3 ആൾക്കാരും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ
വണ്ടി കിടന്നിട്ട് ഇവര് ഒച്ചപ്പാടും ബഹളം എല്ലാവരും ഞങ്ങളിങ്ങനെ ഇടിക്കാൻ പോകല്ലേ വണ്ടി. ഇയാളാണെങ്കിൽ വണ്ടി നിർത്തൂല. ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് വാർക്ക് തർക്കാണ്. വണ്ടി ഇപ്പുറം നിർത്തണം എന്നൊക്കെ. അയാൾ പറയുന്നത് ഇല്ല ഒരു കുഴപ്പമില്ല, ഞാനത് എത്ര കല്ലായി വണ്ടി ഓടിക്കുന്നത്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഈ തൊട്ട് പുറകിലിരിക്കുന്ന ആൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയാം. അയാൾ എനിക്ക് ചില സമയത്ത് അയാൾക്ക് മൂടുണ്ടെങ്കിൽ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും അയാൾ എന്താ പറയുന്നത്. അങ്ങനെ ഇതിങ്ങനെ വാക്ക് തർക്കായി ലാസ്റ്റായി ഇയാളെ ഞങ്ങൾ വണ്ടി നിർത്തിച്ചിട്ട് പറഞ്ഞ് ഇനി നടക്കൂല, പിന്നെ ഞങ്ങൾക്ക് പേടിയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പൈസ റിട്ടേൺ തന്നേക്ക്, ഞങ്ങൾ വേറെ ഏതെങ്കിലും വണ്ടി പിടിച്ച് പോയിക്കോളാൻ. അപ്പോൾ എനിക്ക് പേടിയായി, ഇനിയിപ്പോൾ പൈസ റിട്ടേൺ തന്ന അടുത്ത വണ്ടിക്ക് ഇനി എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ നമ്മളെ കൂട്ടത്തിലുള്ള എൻ്റെ കൂടെ ഇരുന്ന ചങ്ങായി പറഞ്ഞ് ഇനി ഞാൻ വണ്ടി ഓടിക്കും, നിങ്ങൾ പുറകിൽ വന്നിരുന്നു. അങ്ങനെ ഫുള്ള് തന്നെ അടിച്ച ആ ചങ്ങായിനെ ഞങ്ങൾ ഡ്രൈവർ ബാഗ് കൊണ്ടിരുത്തിയപ്പം അയാൾ ആ കിടന്നുറങ്ങിയത് പിന്നെ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാഗ്ദാദ് എത്തിയില്ല എണീക്കണേ. അത്രത്തോളം അയാൾക്ക് ബോധമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ബാഗ്ദാദ് എത്തുന്നത്. അവിടെ എത്തി ഞാൻ എൻ്റെ ഒരു കൗച്ച് സർഫിങ് ഫ്രണ്ട് ഉണ്ട്, പുള്ളീൻ്റെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്. അവനവിടെ ഒരു ഡോക്ടറാണ്. പുള്ളി നല്ല ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ സംസാരിക്കും. അവിടുത്തെ ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഇറാഖിലും ഇറാനിലൊക്കെ അവിടുത്തെ ആൾക്കാർ പെൺകുട്ടികളും ആൺകുട്ടികളും മൂക്കിന് ഓപ്പറേഷൻ ചെയ്യും. അവർക്ക് എന്തോ അറിയില്ല, മൂക്കിനാണ് ഭംഗി എന്നാണ് അവർ വിചാരിച്ച് വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നത്. കാരണം മൂക്ക് വലുതാണെങ്കിൽ വേഗം ഓപ്പറേഷൻ ചെയ്ത് ചെറുതാക്കും. അവനും മൂക്കൊക്കെ ഓപ്പറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവന് ഡോക്ടറായിട്ട് പോലും മൂക്കൊക്കെ ഓപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് മൂക്ക് ചെറുതാക്കാൻ. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് അങ്ങനെയാണ്, ഞങ്ങളൊരു കൾച്ചറാണ്. എല്ലാവരും നമുക്ക് ഇറാനിലും ഇറാഖിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാം മൂക്കിൽ മൊത്തം പാട്, ഓപ്പറേഷൻ ചെയ്ത് ഇങ്ങനെ വെച്ചതിൻ്റെ പാട്. അത് എടുത്തു കഴിഞ്ഞാൽ ഒന്നും കാണത്തൊന്നുമില്ല. ഇങ്ങനെ ആൾക്കാരിങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് നടക്കുന്നവരെ നമ്മളൊരു കോമഡി രാജശേഖരനൊക്കെ കോമഡിയിൽ കാണൂല, അതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന കാണാം. അതുപോലെ തന്നെ ചുണ്ടിന് അവരിങ്ങനെ ഓപ്പറേഷൻ ചെയ്യും, ചുണ്ടിങ്ങനെ വലുതാക്കാൻ വേണ്ടിയിട്ട്. അത് ഭംഗി കൂടുതലാണെന്നൊക്കെയാണ് അവിടുത്തെ പെൺകുട്ടികൾ വിചാരിച്ച് വെച്ചിട്ട്. ഞാൻ പറഞ്ഞു ഇന്ത്യക്കാർക്കൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ പറഞ്ഞു, അവനോട് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഞങ്ങളെ ഒരു കൾച്ചറിൽ ഇങ്ങനെയാണ്, ഇതാണ് ഭംഗി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഇറാഖ് എൻ്റെ യാത്ര അവസാനിക്കാൻ നിൽക്കുകയാണ്. ഞാൻ ഇറാഖിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാഖ് നിങ്ങളെല്ലാവരും യാത്ര ചെയ്യേണ്ട ഒരു രാജ്യമാണ്. വിസ കാര്യങ്ങൾ പറഞ്ഞില്ല, എംബസി ത്രൂ നിങ്ങൾക്ക് കിട്ടും. എന്താണ് വെസ്റ്റേൺ മീഡിയ എത്രത്തോളം ഫേക്കായിരുന്നുള്ളത് നിങ്ങൾക്ക് അവിടെ എത്തിയാൽ മനസ്സിലാവും. ഈ കണ്ട യുദ്ധങ്ങളൊക്കെ വെറുതെ ആയിരുന്നു, മീഡിയാസും പിന്നെ അമേരിക്കയും ഉണ്ടാക്കി വെച്ച ഒരു ഇതാണെന്ന് നിങ്ങൾക്ക് അവിടെ പോയാൽ മനസ്സിലാവും. അവരെത്രത്തോളം സ്നേഹത്തോടെയാണ് നമ്മളോട് പെരുമാറുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അവിടെ പോയാൽ മനസ്സിലാവും. ഞാൻ അവിടെ നിന്ന് കുറേ ഫോറിനേഴ്സിനെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഫോറിനേഴ്സ് നമ്മൾ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഈ കാര്യങ്ങളൊക്കെ, ഇവിടുത്തെ വിഷയവും ചില സമയത്ത് പൊളിറ്റിക്സൊക്കെ സംസാരിക്കും. അപ്പോൾ അവർ പറയും ഇതെന്ത് സേഫായിട്ടുള്ള കൺട്രിയാണ്, ഇവിടെ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരിങ്ങനെ പേടിക്കുന്നതെന്നൊക്കെയുള്ള അവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കും. അങ്ങനെ ഇറാഖിൽ നിന്ന് ഞാൻ നേരെ പോയത് ജോർദാനിലോട്ടാണ്. ജോർദാൻ നേരെ സൗദി അറേബ്യ, അവിടെ നിന്ന് നേരെ തിരിച്ച് ഇന്ത്യയിലോട്ട് വരികയാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ വട്ടത്തെ യാത്ര അവസാനിപ്പിക്കുന്നത്. യാത്ര ചെയ്യുക, ഈ ലോകം നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. അപ്പം യാത്ര ചെയ്യുക, മാക്സിമം യാത്ര ചെയ്യുക. എത്ര രാജ്യം കാണാൻ വേണ്ടി പറ്റുമോ അത്രയും രാജ്യങ്ങൾ കാണുക, കൾച്ചർ കാണുക. അതിലൂടെ നമ്മളെ കൾച്ചറൊക്കെ മാറി തുടങ്ങുള്ളൂ കേട്ടോ. അപ്പം ഓരോ വിയറ്റ്നാമിൻ്റെ ഒക്കെ കൾച്ചർ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവർക്ക് പിന്നെ പാർട്ടിയാണ്, ഫാമിലി ആയിട്ടും. ഇവിടെയൊക്കെ ഒരു നൈറ്റ് ലൈഫ് വരണമെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ നാട്ടിൽ നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ അപരാധം പോലെയാണ്. ഞാൻ പോയിട്ട് നൈറ്റ് ലൈഫ് ഇല്ലാത്തൊരു രാജ്യം കണ്ടത് അത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ നൈറ്റ് ലൈഫ് ഇല്ല, കേരളത്തിലൊന്നും. ഇപ്പോഴും രാത്രി ഒന്ന് പുറത്ത് പോയി നമ്മളൊരു കട്ടൻ കാപ്പി കുടിക്കാനായിരിക്കും രാത്രി പുറത്ത് പോവുക. പോലീസുകാരേക്ക് എന്താ അവിടെ, സാർ കട്ടൻ കാപ്പി, എന്തിന് കട്ടൻ കാപ്പി നിനക്ക് വീട്ടിലുണ്ടാക്കി കുടിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അതല്ല, പിന്നെ നമ്മൾ നൈറ്റ് ലൈഫ് നമ്മൾ പുറത്ത് പോയിട്ട് നമ്മളെ സുഹൃത്തിനോട് സംസാരിക്കുന്നതും, ഈ പണിക്ക് പോകുന്ന ആൾക്കാർക്ക് വേറെ പെടെ ടൈം, ഈ ഒരു ടൈമിൽ മാത്രമേ നമ്മളെ സുഹൃത്തിനോട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സൊറ പറഞ്ഞൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ടൈമാണത്. അപ്പം ഞാൻ ബാക്കിയുള്ള രാജ്യത്തൊക്കെ പോയപ്പോൾ ഫാമിലി ആയിട്ട് എന്നും അവർ പുറത്തിറങ്ങുകയാണ്, പിന്നെ ടൈം സ്പെൻഡ് ചെയ്യാണ്. അങ്ങനെയാണ് ആ ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതിലൂടെ ഒരു കൾച്ചർ ഉണ്ട്. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ കുറേ പരിപാടിക്കുള്ളതല്ല. നൈറ്റ് ലൈഫിൽ വേറെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ കുറേ പേര് ആൾക്കാർ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാത്ത നമ്മൾ അതിൽ കുറ്റക്കാരല്ലല്ലോ. അപ്പോൾ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ എല്ലാ രാജ്യത്തും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം എൻ്റെ കഥയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതുവരെ എൻ്റെ ഈ എക്സ്പീരിയൻസൊക്കെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.